മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര, ദ ബിഗ് സ്റ്റോറി. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയ പണിമുടക്കിൽ സ്തംഭിച്ച് ഇടുക്കിയും. സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങിയത് അപൂർവം. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. കേന്ദ്ര സർക്കാരിനുള്ള മുന്നറിയിപ്പെന്ന ട്രേഡ് യൂണിയനുകൾ. ദേശീയ പണിമുടക്കിൽ വിനോദസഞ്ചാര മേഖല നിശ്ചലമായതോടെ മൂന്നാറിലെത്തിയ സഞ്ചാരികൾ കുടുങ്ങി. KSRTC സർവീസ് നടത്തുമെന്ന മന്ത്രി പ്രഖ്യാപിച്ചിരുന്നെങ്കിലും സർവീസ് നടത്തിയത് 2 ബസ്. മൂന്നാറിലെ ആഗ്ലോ തമിഴ് സ്കൂളിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിൽ. സ്കൂൾ പ്രവർത്തിക്കുന്നത് അവഗണനയുടെ നടുവിൽ 1 നൂറ്റാണ്ട് പിന്നിട്ട കെട്ടിടത്തിൽ. പുതിയ കെട്ടിടത്തിനായി അനുവദിച്ച തുകയും വിനിയോഗിച്ചില്ല. ലോ റേഞ്ചിലും കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടി പൊതുജനങ്ങൾ. എറണാകുളം, ഇടുക്കി ജില്ലകളുടെ അതിർത്തി മേഖലയായ തൊടുപുഴയ്ക്ക് സമീപം കടവൂരിൽ കാട്ടാനകൾ ഇറങ്ങി. വ്യാപക കൃഷിനാശം. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയ പണിമുടക്കിൽ സ്തംഭിച്ച ഇടുക്കി ജില്ലയും. സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങിയത് അപൂർവം. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. ഐക്യ ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ പ്രകടനങ്ങളും യോഗങ്ങളും സംഘടിപ്പിച്ചു. തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തുന്നതിന് കേന്ദ്ര സർക്കാരിനുള്ള മുന്നറിയിപ്പാണ് പണിമുടക്കെന്ന നേതാക്കൾ. BMS പണിമുടക്കിൽ നിന്ന് വിട്ടുനിന്നു. രാജ്യത്തെ 10 തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിലാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. 17 ആവശ്യങ്ങളാണ് പണിമുടക്കിലൂടെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ വയ്ക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം തൊഴിലാളി വിരുദ്ധമായ 4 ലേബർ കോഡുകൾ കേന്ദ്ര സർക്കാർ ഉപേക്ഷിക്കുക എന്നതാണ്. ഈ ലേബർ കോഡുകൾ നിലവിൽ വന്നാൽ ട്രേഡ് യൂണിയനുകളുടെ ഇടപെടൽ തൊഴിൽ മേഖലയിൽ കുറയും. വ്യവസായ സൗഹൃദ നയത്തിന്റെ പേരിൽ ഉടമകളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുവാനും കേന്ദ്ര സർക്കാരിന് സാധ്യമാകും എന്നതാണ് ട്രേഡ് യൂണിയനുകൾ ആരോപിക്കുന്നത്. വാണിജ്യ വ്യവസായ മേഖലയിലെ തൊഴിലാളികളും കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ, ബാങ്ക്, ഇൻഷുറൻസ്, തപാൽ, ടെലികോം തുടങ്ങിയ മേഖലയിലെ ജീവനക്കാരും പണിമുടക്കിന്റെ ഭാഗമായി. കടകമ്പോളങ്ങൾ പൂർണ്ണമായി അടഞ്ഞുകിടന്നു. തോട്ടം തൊഴിലാളികൾ പണിമുടക്കിയതോടെ തോട്ടം മേഖല പൂർണ്ണമായും സ്തംഭിച്ചു. സർക്കാർ ഓഫീസുകളിലും ഹാജർ നില നാമമാത്രമായിരുന്നു. ഐക്യ ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ പ്രകടനങ്ങളും യോഗങ്ങളും സംഘടിപ്പിച്ചു. ഹൈറേഞ്ച് മേഖലയിലേക്ക് KSRTCയും സർവീസ് നടത്തിയില്ല. ഇതോടെ പൊതുഗതാഗതം പൂർണ്ണമായും നിലച്ചു. അന്തർ സംസ്ഥാന ചരക്ക് വാഹനങ്ങളടക്കം സർവീസ് നടത്തിയില്ല. പലയിടത്തും പണിമുടക്ക് അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. വിനോദസഞ്ചാര മേഖലയും നിശ്ചലമായി. ഇടുക്കി പീരിമേട്ടിൽ തപാൽ വകുപ്പ് ജീവനക്കാരന് മർദ്ദനമേറ്റു. M. മാടസ്വാമിക്കാണ് മർദ്ദനമേറ്റത്. CPIM നേതാവാണ് മർദ്ദിച്ചതെന്ന ആരോപണം.
പണിമുടക്കിന് പോസ്റ്റ് ഓഫീസ് അടയ്ക്കുവാൻ നിർദ്ദേശിച്ചിരുന്നു. അടച്ച് പുറത്തിറങ്ങുമ്പോഴായിരുന്നു മർദ്ദനം. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പാൽ, ആശുപത്രി അടക്കമുള്ള അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് സിറ്റി വിഷൻ. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി വിവിധ ട്രേഡ് യൂണിയനുകൾ തനിച്ചും ഐക്യ ട്രേഡ് യൂണിയൻ നേതൃത്വത്തിലും ജില്ലയിലെ വിവിധയിടങ്ങളിൽ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമുയർത്തി ഐക്യ ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്കിൽ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ ഉയർത്തിക്കാട്ടി ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായത്. ഹൈറേഞ്ച് തോട്ടം തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ പണിമുടക്കിയ തൊഴിലാളികൾ പുന്നസിറ്റിയിൽ നിന്നും NR സിറ്റിയിലേക്ക് പ്രകടനം നടത്തി. തുടർന്ന് NR സിറ്റി ടൗണിൽ നടന്ന യോഗം HRTT യൂണിയൻ ജനറൽ സെക്രട്ടറി VA കുഞ്ഞുമോൻ ഉദ്ഘാടനം ചെയ്തു. ഈ നയങ്ങൾക്ക്, ഈ തൊഴിലാളി വിരുദ്ധ കോർപ്പറേറ്റ് അനുകൂല ഭരണ നയങ്ങൾക്ക് അനുകൂലമായിട്ടാണ് രാജ്യത്ത് നിലനിൽക്കുന്നത്. മുൻകാലങ്ങളിൽ നമുക്കറിയാം, അവർ ഭരണാധികാരത്തിൽ ഇല്ലായിരുന്ന ഘട്ടത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ തൊഴിലാളി സ്നേഹികളാണെന്ന് നടിച്ചുകൊണ്ട് വ്യക്തിപരമായ മുദ്രാവാക്യങ്ങളൊക്കെ മുഴക്കിക്കൊണ്ട് സമരത്തിലൊക്കെ പണിമുടക്കും സമരമൊക്കെ നടത്തുമായിരുന്നു. INTUCയുടെ നേതൃത്വത്തിൽ രാജാക്കാട്ടിൽ പ്രകടനവും യോഗവും നടത്തി. രാജാക്കാട് ടൗൺ ചുറ്റി സെന്റർ ജംഗ്ഷനിൽ സമാപിച്ച പ്രതിഷേധ പ്രകടനത്തിന് ശേഷം നടന്ന യോഗം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാക്കുടി ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ പണിമുടക്കിൽ വാഹനങ്ങൾ നിർത്തിവെക്കാതെയും അതുപോലെ തന്നെ കടകമ്പോളങ്ങൾ അടച്ചിട്ടും തൊഴിലാളികൾ പണി നിർത്തിവെച്ചും ഈ ദേശീയ പണിമുടക്കിനോട് സഹകരിക്കണമെന്നാണ്. ഐക്യ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ രാജാക്കാട്ടിൽ പ്രകടനവും യോഗവും നടത്തി. തോട്ടം തൊഴിലാളികളും ചുമട്ട് തൊഴിലാളികളും അടക്കം വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന നൂറുകണക്കിന് തൊഴിലാളികൾ അണിനിരന്ന പ്രകടനത്തിനു ശേഷം രാജാക്കാട് ടൗണിൽ യോഗവും സംഘടിപ്പിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിൽ മന്ത്രാലയം, ആ തൊഴിൽ മന്ത്രാലയം 10 വർഷമായി തൊഴിലാളികളുടെ സംഘടനകളുമായി ചർച്ച സംഘടിപ്പിച്ചിട്ടില്ല. നമ്മൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ, തൊഴിലാളികളുടെ വിഷയങ്ങൾ ഗവൺമെന്റ് ചർച്ച ചെയ്യാൻ വേണ്ടി തയ്യാറാകണം. അങ്ങനെ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചു കൊടുക്കാൻ വേണ്ടി നിലപാട് ഉണ്ടാവണം. അങ്ങനെ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായിട്ടുള്ള തൊഴിൽ നിയമങ്ങൾ മാറ്റുവാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ നെറുകെട്ട നിലപാടുകൾക്കെതിരെയുള്ള ശക്തമായ താക്കീതായി രാജ്യത്ത് ഈ സമരം മാറുകയാണ്. സിറ്റി വിഷൻ, രാജാക്കാട്. ദേശീയ പണിമുടക്കിൽ വിനോദസഞ്ചാര മേഖല നിശ്ചലമായതോടെ മൂന്നാറിലെത്തിയ സഞ്ചാരികൾ കുടുങ്ങി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ സഞ്ചാരികളാണ് ഏറെ പ്രതിസന്ധിയിലായത്. KSRTC സർവീസ് നടത്തുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചിരുന്നെങ്കിലും മൂന്നാറിൽ നിന്നും അതിരാവിലെ തമിഴ്നാട്ടിലേക്കുള്ള 2 ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തിയത്. എയർപോർട്ടുകളിലേക്കടക്കം എത്തിച്ചേരേണ്ട സഞ്ചാരികൾ മൂന്നാറിൽ കുടുങ്ങി. കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തി ഐക്യ ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്കിൽ ഇടുക്കി നിശ്ചലമായതോടെ ഏറെ പ്രതിസന്ധിയിലായത് മൂന്നാറിലെത്തിയ വിനോദസഞ്ചാരികളാണ്. പ്രധാന കേന്ദ്രമായ മൂന്നാറിൽ നിന്നും KSRTC ബസ് സർവീസ് നടത്താത്തതും സഞ്ചാരികൾക്ക് തിരിച്ചടിയായി. അതിരാവിലെ മൂന്നാറിൽ നിന്നും തേനിയിലേക്ക് പോകുന്ന 2 ബസ്സുകൾ മാത്രമാണ് മൂന്നാർ ഡിപ്പോയിൽ നിന്നും സർവീസ് നടത്തിയത്. ഇതോടെ മറ്റു ജില്ലകളിലേക്ക് പോകുവാനായി KSRTCയിലെത്തിയ വിനോദസഞ്ചാരികളും വലഞ്ഞു. ആലപ്പുഴ, കൊച്ചി എന്നിവിടങ്ങളിലേക്കും ഒപ്പം എയർപോർട്ടിലേക്കും പോകേണ്ടവർ യാത്ര മുടങ്ങി മൂന്നാറിൽ കുടുങ്ങി. 8:50 today. I don't know how to reach there. I'm looking for any cab over. Yeah, I asked them, they said no bus is running today. കടകമ്പോളങ്ങൾ പൂർണ്ണമായി അടഞ്ഞുകിടന്നിരുന്നതിനാൽ ഭക്ഷണത്തിനും വെള്ളത്തിനും ദൗർലഭ്യം നേരിട്ടു. ആന്ധ്ര, കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ബസ്സുകളിലും ട്രാവലറുകളിലും എത്തിയവരാണ് കൂടുതൽ പ്രതിസന്ധി നേരിട്ടത്. പണിമുടക്ക മുൻകൂട്ടി അറിഞ്ഞിരുന്നുവെങ്കിലും നിരവധി വിനോദസഞ്ചാരികളാണ് മൂന്നാറിലേക്ക് എത്തിയിരുന്നത്. സിറ്റി വിഷൻ, മൂന്നാർ. പണിമുടക്ക് ദിവസവും കർമ്മനിരതരായ പഴയവഴുതി ഗവൺമെന്റ് UP സ്കൂളിലെ അധ്യാപകർ. പണിമുടക്ക് ദിവസം സ്വന്തം വാഹനങ്ങളിൽ സ്കൂളിലെത്തിയ അധ്യാപകർ വെറുതെ ഇരിക്കാതെ സ്കൂൾ പരിസരത്ത് ശുചീകരണ പ്രവർത്തനം നടത്തിയാണ് മാതൃകയായത്. അധ്യാപകർ എത്തിയതോടെ സമീപ പ്രദേശത്തെ വിദ്യാർത്ഥികളും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. പാഠ്യേതര വിഷയങ്ങളിൽ എന്നും മാതൃകയായി നിൽക്കുന്ന രാജാക്കാട് പഴയവിടുതി ഗവൺമെന്റ് UP സ്കൂളിലെ അധ്യാപകർ പണിമുടക്ക് ദിവസവും മാതൃകാപരമായ പ്രവർത്തനമാണ് സംഘടിപ്പിച്ചത്. സ്വന്തം വാഹനങ്ങളിൽ രാവിലെ സ്കൂളിലേക്ക് അധ്യാപകരെത്തി. പിന്നാലെ കുറച്ച് വിദ്യാർത്ഥികളും.
ഇവരെ വെച്ച് ക്ലാസ് നടത്തുവാൻ കഴിയാത്തതിനാൽ അധ്യാപകർ സ്കൂൾ പരിസരം വൃത്തിയാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പൂന്തോട്ടങ്ങളിൽ വളർന്നു നിന്ന കാടുകളും സ്കൂളിന്റെ മുൻവശത്തെ കാടുകളും വെട്ടിത്തെളിച്ചും മറ്റുമായി ഇവർ ശുചീകരണ പ്രവർത്തനം നടത്തി. അപ്പോൾ ഞങ്ങൾ നോക്കി കഴിഞ്ഞപ്പോൾ ഇന്ന് ഒഴിവ് സമയം നോക്കി കഴിഞ്ഞപ്പോൾ എന്നാൽ ഈ സ്കൂൾ കോമ്പൗണ്ടിൻ്റെ പരിസര ഭാഗം, പ്രത്യേകിച്ച് റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗമെല്ലാം കാട് നിറഞ്ഞിട്ട് അവിടെയെല്ലാം ആളുകൾ വേസ്റ്റ് കൊണ്ടുവന്നിടുക. എന്നാൽ അവിടെ ഒന്ന് തെളിച്ച് മനോഹരമാക്കിയേക്കാമെന്ന് വിചാരിച്ചിരുന്നൊരു പണിമുടക്കിനോട് അനുഭാവപൂർണമായ നിലപാടാണെങ്കിലും സർക്കാർ ജീവനക്കാർ എന്നതിനാലാണ് അടുത്ത പ്രദേശത്തുണ്ടായിരുന്ന അധ്യാപകർ സ്കൂളിലേക്ക് എത്തിയത്. സിറ്റി വിഷൻ, രാജാക്കാട്. നോക്കാം ആനക്കലിയുടെ ഇരകൾ. മലയോര മേഖലയോട് ചേർന്ന് കിടക്കുന്ന ഹൈറേഞ്ചിൽ മാത്രമല്ല ലോ റേഞ്ചിൽ കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടി പൊതുജനങ്ങൾ. എറണാകുളം, ഇടുക്കി ജില്ലകളുടെ അതിർത്തി മേഖലയായ തൊടുപുഴയ്ക്ക് സമീപം കടവൂരിൽ കാട്ടാനകൾ ഇറങ്ങി. രാത്രി ഇറങ്ങിയ കാട്ടാനകളെ മണിക്കൂറുകളുടെ പ്രയത്നത്തിനൊടുവിൽ കാട് കയറ്റി. ഇന്നലെ രാത്രി അറാപ്പി ടീം കാട്ടിലേക്ക് തുരത്തുന്നതിനിടയിൽ 2 കൊമ്പനാനകൾ ജനവാസ മേഖലയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചുകൊണ്ട് പന്തടിച്ചതായി കാണുന്നു. അനാവശ്യമായി കാഴ്ചകൾ കാണാൻ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ ബഹുജനങ്ങളും സുരക്ഷിതമായി അവരവരുടെ ഭവനങ്ങളിലേക്ക് മടങ്ങുവാൻ പട്ടാണിക്കാട് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി അറിയിക്കുന്നു. കാടും പുഴയും താണ്ടി കഴിഞ്ഞ രാത്രി 8 മണിയോടെയാണ് കാട്ടാനകൾ തൊടുപുഴയ്ക്ക് സമീപം കടവൂരിലെ ജനവാസ മേഖലയിലെത്തിയത്. രാത്രി മുതൽ കോതമംഗലം DFOയുടെ നേതൃത്വത്തിൽ വനം വകുപ്പിന്റെ RRT സംഘവും നാട്ടുകാരും ചേർന്ന് മണിക്കൂറുകൾ ആനയെ തുരത്താൻ പരിശ്രമം നടത്തി. എറണാകുളത്തിന്റെ അതിർത്തി പ്രദേശമായ തൊടുപുഴയ്ക്ക് സമീപമുള്ള ഈസ്റ്റ് കലൂർ, കടവൂർ, പയ്യാവ തുടങ്ങിയ മേഖലകളിലാണ് 2 കൊമ്പന്മാർ ഭീതി പടർത്തിയത്. പലരുടെയും വീട്ടുമുറ്റം വഴിയും കൃഷിയിടങ്ങൾ വഴിയുമാണ് കാട്ടാനകൾ ഓടിയത്. ഇതുവരെയും കാട്ടാനകൾ എത്താത്ത മേഖലയാണിവിടം. ഈസ്റ്റ് കലൂരിൽ നിന്ന് കടവൂർ ടൗൺ കടന്ന് സർക്കാർ സ്കൂൾ മതിലിനോട് ചേർന്നാണ് കാട്ടാനകൾ മറുവശത്തേക്ക് പോയത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ കാട്ടാനകളെ കാളിയാർ മുള്ളരിങ്ങാട് വനമേഖലയിലേക്ക് തുരത്തി. കാട്ടാനകളെത്തി തമ്പടിച്ച് കൃഷിയിടങ്ങളിൽ വ്യാപക നാശവും ഉണ്ടാക്കിയിട്ടുണ്ട്. റബ്ബർ, കൈതച്ചക്ക, വാഴ തുടങ്ങിയവ കാട്ടാനകൾ ചവിട്ടിമെതിച്ചും തിന്നും നശിപ്പിച്ചു. കൃഷിയിടങ്ങളുടെയും മറ്റും മതിലുകളും കൽക്കെട്ടുകളും കാട്ടാന തകർത്തു. ആനയ്ക്ക് ഏറെ ഇഷ്ടമുള്ള പൈനാപ്പിൾ കൃഷിയടക്കം പ്രദേശത്ത് വ്യാപകമായിട്ടുള്ളതിനാൽ കാട്ടാനകൾ തിരികെ എത്തുമോ എന്ന ഭീതിയിലാണ് നാട്ടുകാർ. സിറ്റി വിഷൻ, തൊടുപുഴ. ഇനി ചെറിയൊരിടവേള. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ, തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോറി. വർഷത്തെ സേവന പാരമ്പര്യവുമായി പാരഡൈസ് ഫാമിലി സലൂൺ രാജാക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ടെലിവിഷൻ താരം ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹെയർ കട്ടിംഗ്, കളറിംഗ്, കരാറ്റിക്, നാനോ പ്ലാസ്റ്റിക്, ഫാഷൻ കട്ടുകൾ, സ്കിൻ ട്രീറ്റ്മെന്റുകൾ, ഏറ്റവും പുതിയ ലേസർ ട്രീറ്റ്മെന്റുകൾ, കാർബൺ ഫേഷ്യൽ തെറാപ്പികൾ, ബ്രൈഡൽ മേക്കപ്പ്, നെയിൽ ആർട്ട്, മൈക്രോബ്ലേഡിംഗ്, ഐലാഷ് ലിഫ്റ്റിംഗ് തുടങ്ങിയ പ്രീമിയം സർവീസുകൾ കുറഞ്ഞ നിരക്കിൽ രാജാക്കാടിന് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. രാജാക്കാട് കാനറ ബാങ്കിന് സമീപം ചെമ്പക്കര ബിൽഡിംഗിലാണ് പാരഡൈസ് ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നൗ. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. വീണ്ടും വാർത്തകളിലേക്ക്.
പൊതുവിദ്യാഭ്യാസത്തെ മെച്ചപ്പെടുത്തുന്നതിനായി സംസ്ഥാന സർക്കാർ നിരവധിയായ പദ്ധതികൾ തയ്യാറാക്കി നടപ്പിലാക്കുമ്പോഴും അധികൃതരുടെ അവഗണനയിൽ ഒരു നൂറ്റാണ്ട് പിന്നിട്ട കെട്ടിടത്തിലെ പരിമിതമായ സ്ഥലത്ത് പ്രവർത്തിക്കുകയാണ് മൂന്നാറിലെ ആഗ്ലോ തമിഴ് സ്കൂൾ. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ പണിത വീടിന് സമാനമായ കെട്ടിടത്തിലെ ചെറിയ മുറികളിൽ പ്രവർത്തിക്കുന്ന 2-3 ക്ലാസുകൾ. പുതിയ കെട്ടിടത്തിനായി 1 കോടി അനുവദിച്ചെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ ഒരു നടപടിയുമില്ല. മൂന്നാറിലെ തോട്ടം തൊഴിലാളികളുടെ മക്കളുടെ വിദ്യാഭ്യാസം ലക്ഷ്യമിട്ട് 1918 ഈ സ്കൂൾ ആരംഭിക്കുന്നത്. 107 വർഷം പിന്നിട്ട് സ്കൂൾ കെട്ടിടമെന്ന കാലപ്പഴക്കത്താൽ ബലക്ഷയം സംഭവിച്ച അവസ്ഥയിലെത്തി. മേൽക്കൂരയ്ക്ക് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന തടിയുടെ പാനൽ തകർന്നു വീഴുന്ന അവസ്ഥയാണ്. മഴ പെയ്താൽ പലയിടത്തും ചോർച്ചയുമുണ്ട്. ஸ்கூலில் ஒரு ப்ரோக்ராம் வைக்கணும், ஸ்டேஜ் எதுவும் இல்லை. பிள்ளைகளுக்கு தொடங்கணும்னா இந்த கிளாஸ் ரூமுக்குள்ளே வச்சு தான் நாங்கள் தொடங்குகிறோம். எங்களுக்கு ஸ்டேஜ் எவ்வளோ குயிக்காக செஞ்சு தர முடியுமோ ஒரு குழந்தைக்குள்ள ப்ரோக்ராமுக்குள்ளதுக்கு வேகம் எங்களுக்கு செஞ்சு தரணும். பின்ன என்ன, இந்த ஸ்கூலுக்குள்ள ஸ்ட்ரென்த்து கூடுறதுனால எங்களுக்கு ஒவ்வொரு வகுப்பறையும் കുഴந்தைங்களுக்கு തനിயாக വേണം. എங்களுக்கு ഒരു വീടിന്റെ സമാനമായ രീതിയിലാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനുള്ളിലെ ചെറിയ മുറികൾ സ്ക്രീൻ വെച്ച് ഒന്നിലധികം ക്ലാസുകളായി തിരിച്ച ഈ പരിമിതമായ സ്ഥലത്താണ് വിദ്യാർത്ഥികളുടെ പഠനം. കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചതോടെ ക്ലാസ് മുറിക്കുള്ളിൽ നിന്ന് തിരിയാൻ സ്ഥലമില്ലെന്ന് പറയാം. PTA-യുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ആവശ്യപ്രകാരം പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് 2023 പൊതുമരാമത്ത് വകുപ്പിന് നിർമ്മാണ ചുമതലയും നിർമ്മാണം നിരീക്ഷിക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറെയും ചുമതലപ്പെടുത്തി. ഇതിനപ്പുറം ഒന്നും ഉണ്ടായിട്ടില്ല. നൂറ് കൊല്ലം മുകളിൽ പഴക്കമുള്ള ബിൽഡിംഗ് ആയിപ്പോയി. അപ്പോൾ 2023 വന്നിട്ട് പുതിയ ബിൽഡിംഗ് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതുവരെ അതിൻ്റെ പ്രവർത്തനം தொடங்கிட்டில்ல. இருக்கிற ஸ்டூடெண்ட்ஸோட ஸ்ட்ரென்த் அனுசரித்து கிளாஸ் ரூம் பிரித்து தான் பண்ணிட்டு இருக்கிறாங்க. இந்த 1 கோடி ரூபாய் ஃபண்டு நமக்கு சாங்ஷன் ஆச்சுன்னா அந்த டபுள் மாடி பில்டிங்கும் நமக்கு கிடைச்சி போகும். 6 கிளாஸ் ரூமும் கிடைக்கல, நம்மளோட பிள்ளைகளும் நல்ல ரீதியாக இருந்து പഠിച്ചിരുവാங்க. പരിമിതമായ സൗകര്യങ്ങളിലും കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകാൻ അധ്യാപകർ തയ്യാറാകുമ്പോഴും നിലവിലെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ സർക്കാർ അനുവദിച്ച തുക അടിയന്തരമായി വിനിയോഗിക്കണമെന്നാണ് രക്ഷിതാക്കളുടെയും PTA കമ്മിറ്റിയുടെയും ആവശ്യം. സിറ്റി വിഷൻ, മൂന്നാർ. കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള BR അംബേദ്കർ അയ്യങ്കാളി സ്മൃതി മണ്ഡപത്തിൽ മേൽക്കൂരയും മറ്റ് അനുബന്ധ നിർമ്മാണങ്ങളും നടത്തുന്നതിനുള്ള നടപടികൾ നഗരസഭ നീട്ടിക്കൊണ്ടുപോകുന്നതിനെതിരെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അധികൃതർക്ക് നിവേദനം നൽകി. രാഷ്ട്രീയ പ്രേരിതമായി പ്രവൃത്തി ഇല്ലാതാക്കുന്നതിനുള്ള ശ്രമമാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നും ചില കൗൺസിലർമാർ തടസ്സം നിൽക്കുന്നു എന്നുമാണ് സംഘടനകളുടെ പരാതി. കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിനും മിനി സ്റ്റേഡിയത്തിനും സമീപം നിർമ്മിച്ചിട്ടുള്ള ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെയും നവോത്ഥാന നായകൻ മഹാത്മാ അയ്യൻകാളിയുടെയും സ്മൃതി മണ്ഡപത്തിന്റെ അനുബന്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി മന്ത്രിയും ഇടുക്കി MLA കൂടിയായ റോഷി അഗസ്റ്റിൻ 4,95,000 രൂപ അനുവദിച്ചിരുന്നു. ഇതിന്റെ നിർവഹണ ഉദ്യോഗസ്ഥൻ നഗരസഭാ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ വിഷയത്തിൽ നടപടികൾ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്ന നടപടിയാണ് നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇതിനെതിരെയാണ് കോർഡിനേഷൻ കമ്മിറ്റി രംഗത്തെത്തിയിരിക്കുന്നത്. അന്ന് പണിയാൻ വേണ്ടി 15 ലക്ഷം രൂപ അനുവദിച്ചെങ്കിൽ അതിൽ പണിയാതിരിക്കാൻ വേണ്ടി എങ്ങനെ നോക്കാമെന്ന് ഈ കൗൺസിലർമാർ നോക്കിയതിന്റെ ഭാഗമായിട്ട് 5 ലക്ഷം രൂപ വെട്ടി കുറച്ച് കളഞ്ഞു. 10 ലക്ഷം രൂപയായി. ഈ 10 ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ ആ ബംഗാൾ പ്രതിമ പണിത് കൊണ്ട് സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ, നനയാതിരിക്കാൻ സമയമായി കഴിഞ്ഞപ്പോൾ, ഞങ്ങൾ ബഹുമാനപ്പെട്ട പട്ടികജാതി വികസന ഫണ്ടിൽ നിന്നും ഫണ്ട് വെക്കാൻ വേണ്ടി ഞാനും എൻ്റെ സഹപ്രവർത്തകനായ പ്രശാന്ത് രാജും കൂടെ ഫണ്ട് വെക്കാൻ വേണ്ടി ഞങ്ങൾ അതിന് അപേക്ഷയുമായി ചെന്ന് കഴിഞ്ഞപ്പം പറഞ്ഞു ആ ഫണ്ട് വെക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. മുനിസിപ്പാലിറ്റിയുടെ തരുന്ന ഫണ്ട് തരത്തുമില്ല, ഓൺ ഫണ്ട് തരത്തുമില്ല. വിഷയത്തിൽ സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ ഫണ്ട് നഷ്ടപ്പെടുത്താതെ അടിയന്തരമായി പ്രവൃത്തി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭ അധികൃതർക്ക് നിവേദനം നൽകി. ഈ സമയം സംഘടനാ നേതാക്കളും നഗരസഭ അധികൃതരും തമ്മിൽ വാക്കേറ്റമുണ്ടാകുന്നതിനും കാരണമായി.
നിലവിൽ AE അടക്കം ചില തൽപര കക്ഷികളുമായി ചേർന്ന് പ്രവർത്തികൾക്ക് സാങ്കേതിക തടസ്സമുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഈ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കാൻ മാസങ്ങൾ മാത്രം ശേഷിക്കെ മനഃപൂർവ്വം പ്രവൃത്തി വൈകിപ്പിക്കുന്നതാണെന്നും പ്രവർത്തകർ പറയുന്നു. അതിനോടൊപ്പം എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയോ TS വാങ്ങുകയോ ചെയ്തിട്ടില്ലാത്തതിനാൽ പ്രവൃത്തി എന്ന് നടത്തുമെന്നതിലും ആശങ്ക തുടരുകയാണ്. എന്നാൽ വിഷയത്തിൽ കൗൺസിലർമാരായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പ്രതിനിധികളെയും ആവശ്യമെങ്കിൽ സംഘടനകളെയും ഉൾപ്പെടുത്തി യോഗം ചേർന്ന നടപടി സ്വീകരിക്കുമെന്നാണ് നഗരസഭ അധികൃതരുടെ വിശദീകരണം. സിറ്റി വിഷൻ, കട്ടപ്പന. നെടുങ്കണ്ടം B.Ed കോളേജ് പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടത്തി. ഉടുമ്പൻചോല MLA MM മണി ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് B.Ed കോളേജുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് MM മണി MLA പറഞ്ഞു. MM മണി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 3 കോടി രൂപ അനുവദിച്ചാണ് ഇന്റഗ്രേറ്റഡ് B.Ed കോളേജ് കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സിപ്പാസിന്റെ ബിൽഡിംഗ് ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപയും ഇതിനായി അനുവദിച്ചിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിച്ച് ശിലാസ്ഥാപന കർമ്മം MLA MM മണി നിർവഹിച്ചു. ഭാവിയിലെ അധ്യാപകരെ പരിശീലിപ്പിക്കുന്ന കേന്ദ്രങ്ങളാണ് B.Ed കോളേജുകൾ. ഇന്നത്തെ B.Ed വിദ്യാർത്ഥികളാണ് ഭാവിയിലെ അധ്യാപകർ. അവരാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകരായി മാറുന്നത്. ആ നിലയിൽ B.Ed കോളേജുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന പുതിയ B.Ed കോളേജ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചുകൊണ്ട് MM മണി MLA പറഞ്ഞു. B.Ed കോളേജിന് വലിയ പ്രാധാന്യമുണ്ട്. ഇവിടെ പഠിച്ചിറങ്ങുന്നവർ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിയമനം കിട്ടി അധ്യാപകരായി ഭാവിയിൽ സേവനമനുഷ്ഠിക്കുന്നവരായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇവിടുത്തെ കോളേജ് കമ്മിറ്റിയുടെയും PM വിജയൻ്റെ പ്രത്യേക താല്പര്യവും കൂടെ പരിഗണിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഇടപെടലുമുണ്ട് ഇതിനെന്ന കാര്യം ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കാം. ഇത്രയും പണം അനുവദിച്ചതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. കോളേജ് വികസന കമ്മിറ്റി ചെയർമാൻ PN വിജയൻ അധ്യക്ഷത വഹിച്ചു. സിപ്പാസ് ഡയറക്ടർ P ഹരികൃഷ്ണൻ, പ്രിൻസിപ്പൽ ഡോക്ടർ സതീഷ് കുമാർ J, മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ രാജീവ് പുലിയോ, ജില്ലാ പഞ്ചായത്ത് അംഗം ജിജി K ഫിലിപ്പ്, TM ജോൺ, VC അനിൽ, MN ഗോപി, പ്രിമി ലാലിച്ചൻ എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. കട്ടപ്പന വെള്ളയാങ്കുടി KSRTC ജംഗ്ഷൻ വെട്ടിക്കുഴക്കവല റോഡിൽ വാഹനയാത്രികർക്ക് അപകടക്കെണിയായി റോഡരികിലെ കരിങ്ക്. കഴിഞ്ഞ ദിവസം ഇതുവഴി കടന്നുപോയ ബൈക്ക് യാത്രികർ ഈ ഭാഗത്ത് അപകടത്തിൽപ്പെട്ട ഗുരുതര പരിക്കാണ് ഏറ്റത്. വാഹനവും പൂർണ്ണമായും നശിച്ചു. മേഖലയിലെ അപകട ഭീഷണിക്ക് അടിയന്തര പരിഹാരം കാണണമെന്ന ആവശ്യമുയർത്തി പ്രദേശവാസികൾ രംഗത്തു വന്നു കഴിഞ്ഞു. കട്ടപ്പന വെള്ളയാങ്കുടി KSRTC ജംഗ്ഷനിൽ നിന്നും വെട്ടിക്കുഴിക്കവലയ്ക്കെത്തുന്ന റോഡിലാണ് കലുങ്ക് അപകട ഭീഷണി ഉയർത്തുന്നത്. ഈ റോഡിന്റെ പ്രധാന വളവിന്റെ ഭാഗത്താണ് കലുങ്ക് നിലകൊള്ളുന്നത്. ഈ കലുങ്കിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ സംരക്ഷണ ഭിത്തിയുമുണ്ട്. ഇതിന് രണ്ടിനും ഇടയിലായി 2 അടി വീതിയിലും 6 അടി താഴ്ചയിലുമുള്ള വലിയ കുഴിയാണ്. ഇതിന് സമീപത്ത് കാടുപടലങ്ങളടക്കം വളർന്നു നിൽക്കുന്നുമുണ്ട്. കൂടാതെ സുരക്ഷാ സംവിധാനങ്ങളുമില്ല. ഇതുവഴി കടന്നുപോകുന്ന വാഹനയാത്രികർക്ക് ഈ അപകടക്കെണി കാണാനും കഴിയില്ല. വേഗത്തിൽ വാഹനം വരുമ്പോൾ എതിരെ വരുന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുമ്പോഴാണ് അപകടങ്ങൾ ഉണ്ടാകുന്നതും. ഈ കെട്ട് സൈഡിൽ കൈവരി ഉണ്ടായിരുന്നു, ഇതുപോലത്തെ കെട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കെട്ടില്ലാത്തത് കൊണ്ട് വരുന്നു. ഇന്നാളും 2 പ്രാവശ്യം സ്കൂട്ടുകാരൻ താഴെ പോയി. ഇതിപ്പോൾ 3ാമത് പ്രാവശ്യം ഇത്. കഴിഞ്ഞ ദിവസം ബൈക്ക് യാത്രികൻ ഇവിടെ അപകടത്തിൽപ്പെട്ട് ഗുരുതര പരിക്ക് ഉണ്ടായിരുന്നു. വാഹനം ഈ കുഴിയിൽ വീണ് പൂർണ്ണമായും നശിക്കുകയും ചെയ്തു. റോഡിന്റെ ഈ ഭാഗത്ത് മതിയായ വീതിയുമില്ല. 2 വളവുകളുള്ളതിനാൽ എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അടുത്തെത്തുമ്പോൾ മാത്രമാണ് എതിരെ വരുന്ന മറ്റൊരു ഡ്രൈവർക്ക് കാണാൻ കഴിയുക. ഇതാണ് അപകടത്തിന് കാരണമാകുന്നത്. വിഷയത്തിൽ അടിയന്തര പരിഹാരം കണ്ട് പ്രദേശത്തെ അപകട ഭീഷണിക്ക് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സിറ്റി വിഷൻ, കട്ടപ്പന. ഓൺലൈനിലൂടെ ലക്ഷങ്ങൾ തട്ടിയെടുത്ത ഇടുക്കി സ്വദേശിയായ 22-കാരൻ കർണാടക പോലീസിന്റെ പിടിയിൽ. രാജാക്കാട് മുക്കുടിയിൽ സ്വദേശിയായ തൈപ്പറമ്പിൽ അദ്വൈതിനെയാണ് കർണാടക സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവിധ ഓൺലൈൻ സേവനങ്ങളും വിദേശത്ത് ജോലിയും വാഗ്ദാനം ചെയ്ത ഇയാൾ ലക്ഷങ്ങൾ തട്ടിയെടുത്തെന്നാണ് സൂചന. കർണാടക ഗാദായി സൈബർ പോലീസാണ് ഇടുക്കിയിലെത്തി അദ്വൈതിനെ അറസ്റ്റ് ചെയ്തത്. ഈ സ്റ്റേഷൻ പരിധിയിൽ മാത്രം 20 ലക്ഷത്തിന്റെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. കർണാടകയിലെ വിവിധ സ്റ്റേഷനുകളിൽ സമാനമായ പരാതികളുണ്ട്. അദ്വൈതിന്റെ നേതൃത്വത്തിലുള്ള സംഘം കർണാടകയിലെ വിവിധ മേഖലകളിലുള്ള ആളുകളെ കേന്ദ്രീകരിച്ച് തട്ടിപ്പ് നടത്തുകയായിരുന്നു.
പണം നിക്ഷേപിച്ച ഇരട്ടിയാക്കൽ, വിദേശത്ത് ജോലി, സോഷ്യൽ മീഡിയയിലൂടെ ബിസിനസ് പ്രൊമോഷൻ, വെബ്സൈറ്റ് നിർമ്മാണം തുടങ്ങി നിരവധി വാഗ്ദാനങ്ങൾ നടത്തിയാണ് ഇയാളും കൂട്ടാളികളും തട്ടിപ്പ് നടത്തിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയ പണിമുടക്കിൽ സ്തംഭിച്ച ഇടുക്കിയും സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങിയത് അപൂർവം. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. കേന്ദ്ര സർക്കാരിനുള്ള മുന്നറിയിപ്പെന്ന ട്രേഡ് യൂണിയനുകൾ. ദേശീയ പണിമുടക്കിൽ വിനോദസഞ്ചാര മേഖല നിശ്ചലമായതോടെ മൂന്നാറിലെത്തിയ സഞ്ചാരികൾ കുടുങ്ങി. KSRTC സർവീസ് നടത്തുമെന്ന മന്ത്രി പ്രഖ്യാപിച്ചിരുന്നെങ്കിലും സർവീസ് നടത്തിയത് 2 ബസ്. മൂന്നാറിലെ ആഗ്ലോ തമിഴ് സ്കൂളിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിൽ. സ്കൂൾ പ്രവർത്തിക്കുന്നത് അവഗണനയുടെ നടുവിൽ 1 നൂറ്റാണ്ട് പിന്നിട്ട കെട്ടിടത്തിൽ. പുതിയ കെട്ടിടത്തിനായി അനുവദിച്ച തുകയും വിനിയോഗിച്ചില്ല. ലോ റേഞ്ചിലും കാട്ടാനശല്യത്തിൽ പൊറുതിമുട്ടി പൊതുജനങ്ങൾ. എറണാകുളം, ഇടുക്കി ജില്ലകളുടെ അതിർത്തി മേഖലയായ തൊടുപുഴയ്ക്ക് സമീപം കടവൂരിൽ കാട്ടാനകൾ ഇറങ്ങി. വ്യാപക കൃഷിനാശം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. Since 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ. ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.